ഫോക്സ്വാഗൺ ഗോൾഫ് GTI സ്വന്തമാക്കാനുള്ള മത്സരത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിലെ വാഹനപ്രേമികൾക്കിടയിൽ നടക്കുന്നത്. പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ച് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നതിനാൽ തന്നെ ആദ്യ ബാച്ചായി ആകെ 150 യൂണിറ്റ് മാത്രമാണ് ഇന്ത്യയിലെത്തുന്നത്. കേരളത്തിലെ ഗോൾഫ് GTI ആദ്യമായി ഉടമയായത് നടൻ ജയസൂര്യയാണെങ്കിലും നടൻ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ എത്തിയിരിക്കുന്നത് രണ്ട് ഗോൾഫ് GTI ആണ്. സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷാണ് ഒരു ഗോൾഫ് സ്വന്തമാക്കിയെങ്കിൽ ആ കുടുംബത്തിലെ രണ്ടാമത്തെ ഗോൾഫിൻ്റെ ഉടമ അദ്ദേഹത്തിൻ്റെ മരുമകനായ ശ്രേയസാണ്. ലോകത്തുടനീളം ഫോക്സ്വാഗണിൻ്റെ ഏറ്റവും ജനപ്രീതി സ്വന്തമാക്കിയുള്ള വാഹനമാണ് ഗോൾഫ് GTI. ഈ വാഹനത്തിൻ്റെ എട്ടാം തലമുറ മോഡലാണ് ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. 52.99 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഇന്ത്യയിലെ എക്സ്-ഷോറൂം വില. ഫോക്സ്വാഗൺ ഇന്ത്യയിൽ എത്തിക്കുന്ന രണ്ടാമത്തെ GTI മോഡലാണ് ഗോൾഫ് GTI. മുമ്പ് പോളോയുടെ 3D.GTI മോഡൽ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. ഫോക്സ്വാഗണിൻ്റെ 2.0 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്തേകുന്നത്. 265 HP പവറും 370 ടോർക്കുമാണ് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന കരുത്ത്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. 5.9 സെക്കൻഡിൽ 0 നിന്ന് 100 കിലോമീറ്റർ വേഗതയിൽ കൈവരിക്കാൻ ശേഷിയും ഈ ഗോൾഫിനുണ്ട്. ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ലോക്ക് നൽകിയിട്ടുള്ള ഗോൾഫ് GTIയുടെ സവിശേഷതയാണ്. ഓപ്ഷണൽ അഡാപ്റ്റീവ് സസ്പെൻഷനും ഇതിനുണ്ട്.